ഇന്ന് നേരത്തെ 4 മണിക്ക് അലാറം വെച്ചിങ്ങനെ 4:15 എണീക്കാനായിട്ടാണ്. പിന്നെ ഞാൻ നേരെ കിച്ചണിൽ പോയി കൈയൊക്കെ ഒന്ന് കഴുകി ഞാൻ ഇഡ്ഡലി അടുപ്പിലേക്കുള്ള മാവ് എടുത്ത് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ പിന്നെ ഫ്രഷ് ആവാൻ പോയി. ഫ്രഷായി അപ്പോൾ ഇതാവുമല്ലോ നമ്മൾ ഫ്രഷായി വരുമ്പോഴത്തേനും ഫസ്റ്റ് തട്ട് പിന്നെ നമുക്കൊന്ന് ഓഫാക്കിയിട്ട് പോയാൽ നമ്മളെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് വന്നാൽ നമുക്ക് തട്ടിൽ നിന്ന് മാറ്റാൻ പറ്റും. അങ്ങനെ ചുറ്റുമക്കുള്ള പാലും വെച്ച് ഇഡ്ഡലിയും അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നേരെ ഫ്രഷായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇവിടെ 4:45 ആകുമ്പോഴത്തേനും ബാങ്ക് കൊടുക്കും, 4:35 ബാങ്ക് കൊടുക്കും. അപ്പോഴത്തേനും ഫ്രഷായിട്ട് താഴെ നിസ്കരിക്കണം. അത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ സുബഹി കഴിഞ്ഞാൽ പിന്നെ നേരെ കിച്ചണിൽ കയറാമല്ലോ, ബാക്കിയുള്ള പരിപാടികളൊക്കെ. 6:15 ഇവർക്ക് വണ്ടി വരും. അപ്പോഴത്തേനും നമുക്ക് സെറ്റാക്കണം. അപ്പോൾ കിച്ചണിൽ എണീറ്റിട്ടില്ല, എണീക്കണ്ടിരിക്കുകയാണെങ്കിൽ കിച്ചണിൻ്റെ ഡോർ ലോക്ക് ചെയ്തെടുക്കണം. സൗണ്ട് കേട്ടിട്ട് എണീക്കണ്ടെന്ന് വെച്ചിട്ടില്ല. എണീറ്റാൽ പിന്നെ ഒന്നും നടക്കില്ലല്ലോ, പിന്നെ കരച്ചിലായി വാശിയായിട്ട്. പിന്നെ തലേ ദിവസം തന്നെ ഞാൻ മക്കളുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസം അതിലെടുത്തിട്ട് ഫ്രഷായി വന്നപ്പോഴത്തേലും മോള് എണീറ്റിട്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ സോഫയിൽ അവിടെ ചെയറിൽ കൊണ്ട് ഇരുത്തിയപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ ഉറങ്ങാൻ പറഞ്ഞിട്ട് ഉറങ്ങിയില്ല. അല്ലെങ്കിലും ഒരു സ്കൂളുള്ള ദിവസമാണെങ്കിൽ അവിടെ നേരത്തെ എണീക്കും കൊണ്ടാക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അല്ലാന്നെങ്കിൽ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങും. ഒരു 6 മണി വരെയൊക്കെ ഉറങ്ങും. സ്കൂളിൽ പോകുന്നുണ്ടോ? ഇനിയിപ്പോൾ ഉറങ്ങൊന്നുമില്ല, ഇനി എൻ്റെ കൂടെ കിച്ചണിൽ വരും. അതിന് മുന്നേ മൂടെ കൂടെ ശരിയാക്കിയാൽ അവിടെ വന്നിരുന്നോളും, അല്ലെങ്കിൽ പിന്നെ വെറും കരച്ചിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് കിടക്കാം കേട്ടോ. കുറേക്കോട്ടെ അല്ലേ? കുറച്ചുണ്ട്. ഇപ്പോൾ നമ്മളുടെ കിച്ചണയക്കുന്ന സ്കൂൾ തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിക്കുകയാണ്. അപ്പം അമ്മയുടെ കിച്ചമ്മ എണീറ്റ് വന്നിട്ടുണ്ട് അല്ലേ? ആണോ? അപ്പോൾ ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചട്നി ഉണ്ടാക്കണം. ചൂടായ കാരണം ചട്നി സ്കൂളിൽ കൊടുത്തേക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്തുണ്ടാക്കണം? എന്ത് ചൂടില്ലാത്ത? ഉമ്മിൻ്റെ കൈ പൊള്ളിയല്ലോ. കുഞ്ഞിൻ്റെ കൈ പൊള്ളില്ല? വായ് കുട്ടി ബിഗാണ് അല്ലേ? ഇതാണ് അണിയൻ. എന്താണ് പറഞ്ഞേ? അണിയൻ പറഞ്ഞേ. ഉമ്മിൻ്റെ കൈ പൊള്ളിയോ? കുറയത്തില്ല പറയും. എന്ത് തൊട്ടത്തി കുട്ടി? കൈ പൊള്ളിയില്ല കുട്ടീൻ്റെ? ഓ മൈ ഗോഡ്. എന്ത് ഷാനോ? അണിയൻ പറയും. നിങ്ങൾക്ക് ഇഡ്ഡലി ഇങ്ങനെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് പൈസ കൊടുക്കും. അപ്പം നമുക്കിനി ബാക്കിയുള്ള പണികൾക്ക് കിടക്കാട്ട. ഓക്കെ, നമ്മുടെ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ സവാളയും തേങ്ങ ഇട്ടുണ്ട്. നമുക്കൊരു 2 പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഈ പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, ഷൂന ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. സ്കൂൾ തുറക്കല്ലേ മോനെ? എണീറ്റോ എണീറ്റോ? അമ്മായി അങ്ങോട്ട് എത്തിയാ?
കുട്ടി ഇങ്ങ നോക്കി ഇറങ്ങ, കുട്ടി വീഴും. ഇച്ചു നോക്കിയ വായ. ഇച്ചിമ പറ്റല്ലേ? വേണീറ്റോ, എന്നിട്ട് ഫ്രഷ് ആയിട്ട് വന്ന് നിസ്കരിക്കുക, അപ്പൊ തന്നെ കളാവുള്ളൂ. കുട്ടി നോക്കി ഇറങ്ങ. കുട്ടി ഇന്നിപ്പോ ഈ യൂണിഫോം അല്ലേ, ഉമ്മ ഡ്രോയറിൽ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി മോളെ എണീക്കടാ ഉമ്മ. പുതപ്പ് മടക്കി വെച്ചിട്ടു. ആംബുലൻസ് അൽഹംദുലില്ലാഹ്. ഫസ്റ്റ് ഇച്ചു കയറിക്കോട്ടെ ട്ടാ, അല്ലെങ്കിൽ ഇച്ചുവിനെ നിസ്കരിക്കാൻ പറ്റില്ല, കളാവും. 5:30 ആയി, വേഗം ആയിക്കോട്ടെ. ഇതാണ് ഗായ്സ് നമുക്കിന്ന് ലഞ്ച്. ഇതുമ്മ ഞങ്ങൾ ഇന്നലെ മക്കളെ വിളിക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾക്ക് പാർസലാക്കി തന്നതാട്ടാ. ഫസ്റ്റ് ഡേ അല്ലേ, അപ്പം നമുക്കൊരു മടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് ലഞ്ചും എല്ലാം കൂടെ എത്തില്ലെങ്കിലാന്ന് വെച്ചിട്ട് നമുക്കിന്ന് ഉപ്പ ഉമ്മയും കൂടെ, ഉപ്പയാണ് ഇത് പാക്ക് ചെയ്ത് തന്നെ. എന്താന്ന് വെച്ചാല് ഇതെന്താന്നറിയോ, ഇതാണ് നമ്മളുടെ മജിബൂസ്. ഹമൂറിന്റെ മജിബൂസ്. ഇതാണ് ഉമ്മയുടെ ഹമൂറിന്റെ പീസ്. എന്തേടോ എന്തുണ്ടോ ബ്ലിങ് ആവൂല്ലേ? അതിനാണ് നമ്മള് നേരത്തെ ഉറങ്ങിയാൽ മതി, അപ്പൊ നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റും. അപ്പൊ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഉള്ളിച്ചമ്മന്തി, ചട്നി, പിന്നെ നമ്മളുടെ ഇഡ്ഡലി. ചട്നി സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുക്കില്ല, ഇതാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ. ഇത് നമുക്ക് ഇവിടുന്ന് കഴിക്കാം. ആ ഒരു കുക്കീസും വെച്ചെടുക്കുക, 2 വെച്ചെടുക്കാം. ഇതാണ് ഇന്നത്തെ സ്നാക്സ്. ഇപ്പൊ നമ്മളുടെ ലഞ്ച് ബോക്സ്, ഇതൊരു ലഞ്ച് ബോക്സ് ഒക്കെ ആയി. ഇനി വെള്ളം കൊടുത്ത് ബേക്കിൽ വെച്ചാൽ സെറ്റായി. ഇനി കുളിച്ചിട്ട് വാ. After a long time going back to school.
നടക്ക് നടക്ക്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാണ് ഞങ്ങൾ ഇക്കാടെ വീട്ടിലേക്ക് വിളിക്കട്ടെ എന്നും കാലത്ത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് നമുക്ക് നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ചിലപ്പോൾ മഴ പെയ്യാനും പെയ്യാണ്ടിരിക്കാനും ചാൻസ് ഉള്ളൊരു ക്ലൈമറ്റാണ്. അപ്പം ഞാൻ വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.